നസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ അടുക്കള ഒന്ന് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാണ് കേട്ടോ. ഗ്രോസറി കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഹൈപ്പ് ചെയ്തിട്ടും ഒരു ലൈക്ക് ചെയ്തിട്ടും ഒന്ന് കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതിൽ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ വറുത്തരച്ചതുണ്ട്, 2 കിലോൻ്റെ ഒരു വീട്ടിലെ പരിപാടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ സ്റ്റീലിൻ്റെ പാത്രം എടുത്ത് അതിലേക്ക് മുളക് പൊടി ഞാൻ ഇന്നലെ വെജിറ്റബിൾ കുറുമ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ പാത്രം ഒഴിച്ചിട്ട് അതിലാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ കവറിലേക്ക് ഇട്ട് വെച്ചതിന് മുളക് പൊടി അതൊക്കെ ഇപ്പോൾ ഒന്ന് മാറ്റി. ആ പാത്രം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ഓർമ്മയില്ല, എന്നാലും പറയാണ്. അപ്പോൾ അത് ടൗണിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു 3-4 ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അങ്ങനത്തത്. ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെയാണ് ഇട്ട് വെക്കൽ. പിന്നെ അതായത് കുടംപുളിയാണ് കേട്ടോ. എൻ്റെ ഒരു 10ാം ക്ലാസ് ഫ്രണ്ട്സിനെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടേനി മാനാഞ്ചിറ സ്ക്വയറിൽ വെച്ചിട്ട്. അപ്പോൾ അവൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ എന്നെ തേടി പിടിച്ച ഒരു ഫ്രണ്ടാണ്, അവൾ കൊണ്ടുവന്നതാണ്. സാധാരണ ഉള്ള കുടംപുളിയാണ് കേട്ടോ. അത് മറ്റേത് നാടനാണ്, നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത്. ഇത് നമ്മൾ എവിടെയൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ബ്ലാക്ക് കളറ്. ഇത് അങ്ങനെ എന്താണെന്ന് അറിയില്ല, കറുപ്പ് കളർ പോലെ എന്തോ ചൂളക്ക് വെക്കുകയാണ് കേട് വരാതെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെച്ച് കറി ഇതുവരെ വെച്ചില്ല കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം കിട്ടിയപ്പോൾ ഞാനിതൊക്കെ പാത്രമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ കുറേ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ ഫസ്റ്റ് തന്നെ സാധനം വാങ്ങാൻ പോകുമ്പോൾ നമ്മളിത് അതേപോലെ എടുത്ത് വെക്കണ ഒരു പാത്രം ഉണ്ടാവുമല്ലോ. ഈ കുപ്പി നിറഞ്ഞിട്ട് കൂടുതലുണ്ടെങ്കിലൊക്കെ ആ പാത്രം എടുത്ത് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ സാധനം വാങ്ങാൻ പോകാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത് വീട്ടിലെത്തിയാണ്ടാവും അതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധനം എടുക്കാത്തതും അങ്ങനെ, അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പോകും നമ്മൾ ആ ഒരു ബോക്സ് എടുത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ ബാക്കി വന്നത് കവറിൽ കെട്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇതായി ഒരു വൈറ്റല്ല ക്രീം കളറിലുള്ളതിൽ വെക്കലാണ്. ഇത് ബിരിയാണി മസാലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പെരുന്നാളിന് കുറച്ചധികം പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മറ്റന്നാൾ ഒരു ചെറിയൊരു ബോക്സിലുണ്ടായി കൊടുക്കാനുള്ള ഒരു ഓർഡർ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാനത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ചെറിയ ബോട്ടിലേക്ക് ആക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് എടുത്ത് അതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടാനുണ്ട്. ഇനി ഇന്നലെ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ, കുറുമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ ഗ്രീൻ പീസ് ബാക്കിയുള്ളത് ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കടലയും വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും ഇവിടെ തീരെ വാങ്ങാത്തൊരു ആളാണ് കേട്ടോ ഞാൻ. കുറച്ചൊന്നും 250 ഗ്രാമൊന്നും ഞാൻ വാങ്ങാറേ ഇല്ല. പിന്നെ പുട്ടുപൊടി, പത്തിരിപ്പൊടിയൊക്കെ തീർന്നതിനെ കൊണ്ട് പിന്നെ അജിമിയാണ് കേട്ടോ വാങ്ങിയ. മക്കൾ വന്നപ്പോൾ കുറച്ചേ ഉള്ളതിന് പുട്ടുപൊടി, അപ്പോൾ ബാക്കിയൊക്കെ ഉള്ളത് വാങ്ങിയാണ്. പിന്നെ കായൊക്കെ ആണ് കേട്ടോ അതിലുള്ളത്, ആ ബോക്സിലുള്ളത്. ഒക്കെ ഒന്ന് മാറ്റി ഒക്കെ തുടച്ചെടുത്ത് വെക്കുകയാണ്. അത് ഫിംഗർ ടോപ്പാണ് കേട്ടോ. ഞാൻ വിരലുമ്മലും ഇങ്ങനെ വെച്ചിട്ടാണ് കത്തിയോണ്ട് ഉള്ളിയൊക്കെ അരിയൽ. ഇപ്പോൾ ആ ഒരു മിക്സി വാങ്ങിയതിൻ്റെ ശേഷമാണ് അത് വേണ്ടാതായത്. അപ്പോൾ ഞാൻ വല്ലപ്പോഴും കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അരിയായി വെച്ചിട്ടാണ് ഫിംഗർ ടോപ്പ് വാങ്ങിയത്. പിന്നെ അത് അലീസ് ഉണ്ടാക്കുന്ന ഗോതമ്പാണ് കേട്ടോ. പിന്നെ ഈശുമോനും ബേബിയും മോളൊക്കെ വന്നാൽ അത് റെഡിയാക്കണം എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ വാങ്ങുന്നൊരു സാധനമാണ് ഈ വലിയ ജീരകം. അപ്പോൾ ബിരിയാണി വെക്കാനായാലും വീട്ടിലെ ആവശ്യത്തിനായാലും ഒക്കെ ഇതാക്കലുണ്ട് പൊടി. അതിൻ്റെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് കണ്ടത്. പിന്നെ ഞാനതൊന്ന് മാറ്റി ഒന്നുകൂടി തുടച്ചെടുത്തേക്കാണ്. പിന്നെ ആ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറേ ഈ പട്ടൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ, ആ സമയത്താണ് കൂടുതൽ വാങ്ങാനുള്ളത്. അപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഗരം മസാല ഒക്കെ വാങ്ങാനുള്ള സമയമായിരിക്കും, ഒക്കെ തീർന്നിക്കണ്. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം വലിയൊരു ഓർഡർ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ബിരിയാണീൻ്റെ ഒന്നും. അതുകൊണ്ടാണ് പിന്നെ ഗരം മസാലക്ക് അത്ര ഒരു ചിലവില്ലാത്തത്. പിന്നെ അതേപോലെ ഈ കവറ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് കാണുമ്പോൾ അതിനൊക്കെ ഒന്നും ഈ സൂപ്പർ മാർക്കറ്റിൽ പോയി വരുമ്പോഴത്തേക്കും കവർ ഇഷ്ടം പോലെ ആവും. പിന്നെ ഭാഗ്യത്തിന് എല്ലാ മാസവും ഈ ഹരിതകർമ്മസേന വരുന്നതിനെ കൊണ്ട് 60 ഉറുപ്പ്യ പോയാലും വേണ്ടിയില്ല വിചാരിച്ചിട്ട് അതങ്ങനെ കൊടുക്കും. മാസത്തിൽ കൊടുക്കില്ല കേട്ടോ, 2 മാസമോ 3 മാസമോ കൂടുമ്പോഴാണ്. പിന്നെ ആ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് അതേപോലെ ഒരു ബോക്സിലാണ്. അപ്പോൾ അതും കൊണ്ട് എടുത്താൽ നമുക്ക് ഒരുവിധ സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. അതൊന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ്. ഇത് അപ്പക്കാരാണ് കേട്ടോ, ക്ലീൻ ചെയ്യാനും ഒക്കെ എടുക്കുന്നതാണത്. പിന്നെ ഇതിൽ കാപ്പിപ്പൊടിയാണ്, നമ്മൾ കോഫി പൗഡറല്ല, കാപ്പിയില്ലേ സാധാരണ കട്ടൻ കാപ്പിയൊക്കെ ഇടാൻ പറ്റിയ അത്. പിന്നെ റോസ് എസൻസ്, വാനില എസൻസ്, അങ്ങനത്തെ ഒക്കെയാണ്. ആ ബോക്സ് മൂടില്ലാത്ത കേട്ടോ, അതുകൊണ്ട് തന്നെ അതും കൊണ്ട് ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിൽ കിട്ടും. പിന്നെ അത് വെള്ളം തിളപ്പിക്കുന്ന കരിങ്ങാലിപ്പൊടിയാണ് കേട്ടോ. അതൊന്നും എടുക്കലൊന്നുമില്ല. അപ്പോൾ അധികം പച്ചവെള്ളമാണ് കേട്ടോ കുടിക്കൽ, ചൂടുവെള്ളം കുടിക്കലില്ല. പിന്നെ ഏലക്കായ ഫസ്റ്റ് ക്വാളിറ്റി തന്നെ വാങ്ങണം നല്ലത്. പിന്നെ മല്ലി കുറച്ച് ഞാൻ എടുത്തേക്കലിന് മന്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ്. ഒന്ന് നല്ലോണം അതൊക്കെ ഒന്ന് തുടച്ച് പാത്രങ്ങളൊക്കെ തുടച്ച് ക്ലീൻ ആക്കിയതിൻ്റെ ശേഷമാണ് തിരിച്ച് അങ്ങോട്ട് തന്നെ എടുത്ത് വെക്കുന്നത്. പിന്നെ കുറച്ച് കായ വറുത്ത ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് വലിയ പാത്രത്തിലേക്ക് ആക്കിയിട്ട് വെക്കുകയാണ്. പിന്നെ ഇതൊരു അത്യാവശ്യം എയർ ടൈറ്റ് ഉള്ള ഒരു പാത്രമാണ് കേട്ടോ. ഇത് അടുക്കളയിലും ഉണ്ട് കേട്ടോ അങ്ങനത്തത്. അപ്പോൾ ചില സമയത്ത് ആ മൂടി 4 വാങ്ങിയതാണ്, അതിൽ ഒന്നിന് മൂടി ടൈറ്റ് ഇല്ല, ബാക്കിയൊക്കെ മൂടി ടൈറ്റ് ഉണ്ട് കേട്ടോ. കണ്ടില്ലത് കണ്ടോ, ടൈറ്റായി നിൽക്കുന്നുണ്ട്. ചിലവരിതൊക്കെ അങ്ങനെ ലൂസാണെന്ന് പറയുന്നത് കേൾക്കലുണ്ട്.
പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കായ വറുത്തത്. പക്ഷേ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അധികം തിന്നാൽ പുണ്ണ് വരും എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇത്തിരി ബാക്കോട്ട് വെക്കലാണ്. പിന്നെ അത് അജ്മീൻ്റെ പുട്ടുപൊടി അന്ന് കുട്ടികൾ വന്നപ്പോൾ പുട്ടിടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ലേ പത്തിരിപ്പൊടിയും പുട്ടുപൊടിയും ഒക്കെ തീർന്നിട്ടുണ്ട്. എന്താ അറിയില്ല, അത് വേഗം പൊടിപ്പിക്കലുണ്ട് തീരുമ്പോഴേക്കും. പക്ഷെ ഇപ്രാവശ്യം എന്തോ ഒരു മടി പോലെ. സാധനങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ അത് പത്തിരിപ്പൊടിയും പുട്ടുപൊടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സമാധാനമാണ്. ആര് വന്നാലും പ്രശ്നമില്ല, പെട്ടെന്നൊക്കെ അതാക്കാനേ. ഇതൊരു ചെറിയ പീസ് കായാണ്. ഇവിടെ സാമ്പാറിലേക്ക് സാമ്പാർ പൊടിയിൽ കായ ഉണ്ടെങ്കിലും എക്സ്ട്രാ കുറച്ച് കായ ഇടണം. ഈ ഒരു പാത്രം ഉണ്ടല്ലോ അതിലാണ് ഞാൻ ബാക്കിയുള്ള വെക്കൽ കേട്ടോ, ഈ കുപ്പിയിൽ ഒഴിച്ചതിൻ്റെ ശേഷമുള്ള. പിന്നെ അത് ബ്രൗൺ റൈസാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷുഗറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വേറെ ഡോക്ടറെ കാണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡോക്ടറെ കാണിച്ചാൽ ഷുഗർ മാറും എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ വന്ന് കയറിയാൽ പിന്നെ ഷുഗർ മാറൂല പറഞ്ഞു. അപ്പോൾ സാധാ റൈസ് കഴിക്കേണ്ട, ഡോക്ടർ റൈസ് എന്നോ അങ്ങനെ എന്തൊക്കെ ഒരു പേരുണ്ട് പറഞ്ഞു ആ ഡോക്ടർ തന്നെ പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനത്തെ ഇതേപോലെ ഒരു ഹോൾസെയിൽ കട ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ 2 കിലോ വാങ്ങിയതാണ് പുട്ടിനൊക്കെ ആക്കാൻ വെച്ചിട്ട്. അപ്പോൾ ഇതിന് 65 രൂപയാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ അരിക്ക് 50 ഉറുപ്പ്യ ഉണ്ട്. അപ്പോൾ കാക്കറിന്നാൽ 2 കിലോ വാങ്ങിക്കുക, 65 ഉറുപ്പ്യല്ലേ ഉള്ളൂ എന്ന് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ അത് മൈദ കുറച്ച് ബാക്കിയുണ്ടേനി, അത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. മൈദ ആയിട്ട് ഞങ്ങൾ ഇവിടെ കഴിക്കലില്ല. പിന്നെ ബിരിയാണി ദമ്മിടാൻ, ചട്ടിപ്പത്തിരിക്ക് അങ്ങനത്തേനൊക്കെയാണ്, സമൂസ അങ്ങനത്തേനൊക്കെയാണ് മൈദ. അപ്പോൾ ഇപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കേടാവും. പുറത്ത് വെച്ചാൽ പെട്ടെന്ന് കേടാവില്ല, എന്നാലും പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലതാണല്ലോ വിചാരിച്ചിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ആക്കി വെക്കുകയാണ്. കുറച്ച് ബാക്കി വേറെ ഉണ്ട് ഇനി. പിന്നെ അതേപോലെ വെളിച്ചെണ്ണ ഞാൻ കുറുമക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്, പക്ഷേ ഇവിടെ ഉള്ള വെളിച്ചെണ്ണനാണ് ഞാൻ എടുത്തത്. പിന്നെ അതേപോലെ ഈ ഒരു ബോട്ടിലുണ്ടല്ലോ, ചെറിയൊരു 250ൻ്റെ ബോട്ടിലുണ്ട്. പക്ഷേ ആ ബോട്ടിലിന് എക്സ്ട്രാ 20 ഉറുപ്പ്യ നമ്മൾ കൊടുക്കണം. പിന്നെ കവറിൽ പിന്നെ വെളിച്ചെണ്ണ വാങ്ങുമ്പോൾ ഇങ്ങനെയും നഷ്ടമാണ്. ഇതേപോലെ കവറിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് വെളിച്ചെണ്ണ അങ്ങനെ പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ കവറിലുള്ള കുപ്പിയിൽ ഒഴിച്ച ബാക്കിയുള്ള ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടാവില്ല കവറിൽ, അത് ഞാൻ തലയിലേക്ക് തേക്കലാണ്. ഇന്നിപ്പോൾ അതാ ചട്ടി ഒന്ന് കഴുകി ഉണക്കി വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് അതൊന്ന് തുടച്ചെടുത്താലും മെഴുക്കും ആവുമല്ലോ. അപ്പോൾ അത് നല്ലൊരു കടായിയാണ് കേട്ടോ, ഇൻഡസ് വാലിൻ്റെ കടായിയാണ്. ഞാനിപ്പോൾ അധികം ഇങ്ങനത്തെ 2 കടായി തന്നെയാണ് അധികം, പൊരിക്കാനായാലും തേങ്ങ വറുക്കാനായാലും അങ്ങനത്തേനൊക്കെ ഇപ്പോൾ എടുക്കൽ. പിന്നെ വേറെ ഒരു ബോക്സിൽ കുറേ അൽക്കുലത്തെ സാധനങ്ങളുണ്ട്. ഇനി അതൊക്കെ ഒന്ന് വേണ്ടാത്തൊക്കെ ഒന്ന് ഒഴിവാക്കി, ഇങ്ങനെ എപ്പോഴും എടുക്കുന്ന ആ ഒരു ബോക്സാണത്. അപ്പോൾ അതിൽ എപ്പോൾ നോക്കിയാലും ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ നിറഞ്ഞെടുക്കും, ഏറ്റവും ഉപയോഗിക്കണമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാൻ വിചാരിച്ച്. പിന്നെ അതൊരു ക്ലിപ്പ് അത് നല്ലതാണ്, നല്ല സാധനമാണ് കേട്ടോ. കുറേ ചെറുതാണ്, വലുതാണ് ഞാൻ അധികം യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറേ മുമ്പറ്റ മീഷോന്ന് വാങ്ങിയാണ്. എനിക്ക് എപ്പോഴും അത് യൂസ് ആട്ടെ, ഞാൻ എപ്പോഴും എടുക്കലുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ നൂൽപുട്ടും വെജിറ്റബിൾ കുറുമി ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതും ആ പാത്രങ്ങളൊക്കെ ഇനി മതി, ഇനിയിപ്പോൾ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി തുടച്ച് ഉണക്കി എടുത്ത് വെക്കുകയാണ്. തുടച്ചില്ല, കഴുകി ഉണക്കി എടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ ആവശ്യമില്ല, കുട്ടികളൊക്കെ വരുമ്പോഴേ ഇതിൻ്റെ ആവശ്യം വരില്ലുള്ളൂ. പിന്നെ പിന്നെ നമ്മുടെ കോർപ്പറേഷനിൽ നിന്ന് ചട്ടിയും പൂച്ചട്ടിയും പിന്നെ അതേപോലെ തയ്യും വളവും അങ്ങനത്തെ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് കാക്ക പോയതാണ് രാവിലെ തന്നെ. പിന്നെ അതെടുത്ത് വന്നപ്പോൾ ഈ മൊസാണ്ടൻ്റെ കൊമ്പ് നമ്മളെ കൊലായിലേക്ക് ആയപ്പോൾ അതൊന്ന് കുത്തി മേലോട്ടാക്കി കൊടുക്കുകയാണ്. അതാണ് ഇപ്പോൾ കാക്കൻ്റെ പണി. എപ്പോൾ വരുമ്പോൾ ഞാൻ പറയും അത് അവിടെ നിന്നോട്ടെ, നല്ല രസമുണ്ട് ആ പൂവ് മുമ്പത്തേക്കായിട്ട് അറിയാം. പക്ഷേ കാക്ക പറയാം അതെന്തോ ഒരു ഇടങ്ങേറാണ് പറഞ്ഞിട്ട് പിന്നെ പിന്നെ ഈ കാക്ക കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഫുള്ളും ഒന്ന് ഇറക്കി കൊടുക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡേ മൈ ലൈഫ് ക്ലീനിങ് ഒക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്ന സമയത്താണ് കാക്ക വന്നത്. അപ്പോൾ പിന്നെ കുറച്ച് കാക്ക ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് 10 ചട്ടി നമുക്കും 10 ചട്ടി മോക്കും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിലുള്ള ചോന്ന മണ്ണ്, വഴുതനങ്ങ, പച്ചമുളക്, പിന്നെ എന്തെങ്കിലും തക്കാളി, അങ്ങനത്തെ 3 ഐറ്റംസാണ് കേട്ടോ. 10 തൈയും ഉണ്ടാവും. അതൊക്കെ വളമാണ് കേട്ടോ, വളമിട്ട മണ്ണ്. അപ്പോൾ അത് വേഗം നമ്മളെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഒറ്റക്കാണ് ആ ചട്ടിയും മണ്ണും ഒക്കെ കയറ്റിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനും കൂടി ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ 2 കൂടി റെഡിയാക്കി എടുക്കുകയാണ്. ഈ ഒരു ചുരിദാറുണ്ടല്ലോ, അപ്പോൾ കോട്ടൺ ആണല്ലോ ഇപ്പോൾ എല്ലാവരും ഇടയിൽ. ഇപ്പോൾ ഈ നല്ല ചൂട് വെച്ചാൽ നല്ല ചൂട് ആ സമയത്ത് ഇടാൻ പറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഒന്നും ഇടില്ല. നല്ല സുഖമുള്ള ഒരു ചുരിദാറാണ്, ലൈനിങ് ഇല്ലാത്തതിനെ കൊണ്ട് നല്ലതാണ്, കട്ടി ഉണ്ടാവും. എൻ്റെ എല്ലാ ചുരിദാറും ഞാൻ അടുപ്പിക്കുമ്പോൾ ഒക്കെ ലൈനിങ്ങാണ്. മോള് പറയും നല്ല കട്ടിയുള്ള തുണിയാണെങ്കിലും നിങ്ങൾ എന്തിനാണ് ലൈനിങ് ഇടണമെന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് ലൈനിങ് ഇടുമ്പോഴാണ് നല്ലൊരു കംഫർട്ടായിട്ട് തോന്നുക. ഇപ്പോൾ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ റെഡിമെയ്ഡൊക്കെ ഇപ്പോൾ കുറച്ചധികം വാങ്ങലുണ്ട്. ആദ്യം ലെങ്ത്തുള്ള റെഡിമെയ്ഡൊന്നും കിട്ടലില്ലേനല്ലോ. അപ്പോൾ അതുകൊണ്ട് കിട്ടൂല എന്ന് ഞാൻ അങ്ങനെ പറയും. പക്ഷേ എല്ലാവരും പറയും കിട്ടും, ഞാൻ പോകുമ്പോഴൊന്നും എനിക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തുണി എടുത്തിട്ട് ഇങ്ങനെ അടുപ്പിക്കില്ല. അപ്പോൾ തുണി അടിക്കൂലിയും കൊടുക്കണം, ലെങ്ത്തും ഉണ്ടാവില്ല. മറ്റേ റെഡിമെയ്ഡ് ആകുമ്പോൾ ലെങ്ത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അടുപ്പിക്കുകയാകുമ്പോൾ അടിക്കൂലി കൊടുക്കണം. അങ്ങനെ 2 പ്രശ്നങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ലെങ്ത്തുള്ളതൊക്കെ കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ സിമെൻറ്റിൻ്റെ ചട്ടിയൊക്കെ ഇറക്കുമ്പോൾ
പിന്നെ പുഷ്പ വന്നാണ് കേട്ടോ, എനിക്ക് കിട്ടിയില്ലല്ലോ, നിങ്ങളെപ്പോഴേത് അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറയാണ്, ഒന്നും അറിഞ്ഞില്ലായിരുന്നു. അപ്പോഴാണ് പിന്നെ എൻ്റെ വർക്ക് ഏരിയ കാണാനും പറഞ്ഞിട്ട് വന്നതാണ്. അവൾ വീട്ടിൻ്റെ അടുത്തുള്ള ടീച്ചറുടെ വീട്ടിലേക്ക് പണിക്ക് വരികയാണ്. പിന്നെ ഇതാ ഞാൻ തലേന്ന് രാത്രി 1.5 കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ. പിന്നെ ഒരു രാത്രി ആയപ്പോൾ സാധനമൊക്കെ വാങ്ങിയതിൻ്റെ ശേഷം വിളിച്ചറിയ 2 കിലോ വേണമെന്ന്. അങ്ങനെ 1/2 കിലോനും കൂടി വാങ്ങി തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ. ആ നൂൽപുട്ട് ഉണ്ടാക്കി കൊടുത്തില്ല, അവിടേക്കാണ്. അത് ഞാൻ ഉച്ചക്കാണ്. അപ്പോൾ ഇതിന് ഞാൻ എന്താക്കി, പാത്രങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിന്. നമ്മൾ ചായ കുടിച്ച പാത്രമുണ്ട്, ഈ പണിയെടുത്ത പാത്രമുണ്ട്. അതൊക്കെ ആദ്യം ഒന്ന് കഴുകി അടുക്കള ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം കറിയൊക്കെ ആയി അരച്ച്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടുപ്പത്ത് ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കി അടുപ്പത്ത് തന്നെ ചോറും വെച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ട് പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ കറി വെക്കുന്നതിന് കുറച്ചധികം ഇട്ടിട്ട് നമുക്ക് കുറച്ച് 2 ആളല്ലേ ഉള്ളൂ, ഒരു നേരമേ ഉള്ളൂ. രാത്രി കല്യാണം വീട്ടിൽ പോകാനും ഉണ്ട്. അപ്പോൾ ഉച്ചക്കിലേക്കുള്ളത് കുറച്ച് കറി മതി പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ ലേശം തേങ്ങ കൂടുതൽ ഇട്ടിക്കുകയാണ് ഞാൻ. പിന്നെ ചിക്കൻ്റെ പീസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിനി, അതും കൂടി അങ്ങനെ 2 കിലോയിൽ ലേശം ഒരു അധികം ഉണ്ട് ഇത്. അപ്പോൾ ഞങ്ങൾക്കൊരു കുറച്ച് എടുക്കാൻ വെച്ചത്. ചിക്കൻ ക്ലീൻ ചെയ്യലാണ് കേട്ടോ ഈ ചിക്കൻ ബിരിയാണി ആയാലും ചിക്കൻ്റെ ഐറ്റംസിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് ഇതാ ഓരോന്നോരോന്നെടുത്ത് ക്ലീൻ ചെയ്ത് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ്. അതിലേക്ക് ഇതാ 4 വലിയ ഉള്ളി, കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ, അത് ഇതാ അതേപോലെ അരിഞ്ഞതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇടും. ചിലവർ ഉരുളക്കിഴങ്ങ് ഇടൂല കേട്ടോ ചിക്കൻ കറിയിൽ. പക്ഷെ ഇട്ട് നോക്കേണ്ടി ഇടയിലില്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇത് ഒരുപാട് ഉരുളക്കിഴങ്ങ് ആയി പോകരുത് കേട്ടോ. അപ്പോൾ പിന്നെ പീസിന് പകരം ഉരുളക്കിഴങ്ങ് തന്നെ കിട്ടുക. പിന്നെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. പിന്നെ കല്ലുപ്പും മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് പിന്നെ അതേപോലെ നമ്മൾ ഗരം മസാല ഒക്കെ ഇട്ടിട്ടുള്ള മല്ലിപ്പൊടിയാണ് കേട്ടോ ഇവിടെ ഇടുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ ഒത്തിരി എരിവ് ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ്. എരിവ് വേണ്ടാന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. പിന്നെ അതാ പാകത്തിനുള്ള മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കൽ. പൊടിപ്പ് ചേർക്കല്ല നിങ്ങൾക്ക് അറിയാലോ. ഈ എന്താണ് മീൻ കായം തേക്കാൻ അല്ലെങ്കിൽ ഉപ്പേരിക്ക് അങ്ങനത്തെ 2-3 ഐറ്റംസിന് മാത്രമേ പൊടിപ്പ് എടുക്കലുള്ളൂ ഞാൻ. പിന്നെ അതാ ചിക്കൻ മസാലപ്പൊടി, ഇതിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ചിക്കൻ മസാലപ്പൊടി. പക്ഷെ ഇപ്പോൾ ബിരിയാണിക്ക് ഞാനിപ്പോൾ ചിക്കൻ മസാലപ്പൊടി ഇടയില്ല കേട്ടോ, ഞാൻ ബിരിയാണി മസാല ഉണ്ടാക്കലാണ്. പിന്നെ അത് അതിലേക്ക് പാകത്തിനുള്ള മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഞെരടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് മല്ലിയിലയും പുതിനയും കുറച്ച് ഇടാം കേട്ടോ. ഇപ്പോൾ ഇടാൻ എനിക്ക് മറന്നുപോയി, പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ടേനി. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ലാസ്റ്റ് ഭാഗത്താണ്. നിങ്ങൾക്ക് ഞാൻ മുമ്പത്തൊക്കെ ചിക്കൻ കറിയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഞാൻ മല്ലിയിലയും പുതിനയും ഇട്ട് കൊടുക്കലുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അത് വിട്ടുപോയിട്ടോ. പിന്നെ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ആ കറി ആദ്യം ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ച് ഇറക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാനിത് ആ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് തേങ്ങ വറുക്കുകയാണ്. അപ്പോൾ 2 കിലോ ചിക്കനിലേക്ക് 1.5 തേങ്ങ മതി കേട്ടോ. വലിയ തേങ്ങയും പിന്നെ ഒരു അരമുറി തേങ്ങ വേറെ, അങ്ങനെ 1.5 മുറിയാണ് ഞാനിത് വറുത്തരക്കാൻ വേണ്ടി എടുക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ചധികം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിനയിലും കൂടി ഇട്ടിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പം പെരിഞ്ജീരകം ഞാൻ ഇതിൽ കൂടുതൽ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. കാരണം നമ്മളെ ആൾക്കാർക്കാണ് പെരിഞ്ജീരകം. അപ്പം മറ്റുള്ള മതസ്ഥർക്ക് വലിയ പെരിഞ്ജീരകത്തിനോട് അത്ര വലിയ ഇഷ്ടമില്ല. മുമ്പ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ പെരിഞ്ജീരകം ഇടണ്ട കേട്ടോ ഇനി കറിയിൽ നിന്ന്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ആ ഒരു ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ പെരിഞ്ജീരകം അങ്ങനെ ഇട്ടിട്ടില്ല. പിന്നെ അതാ കുറച്ച് ചുവന്നുള്ളി വറവിട്ടിക്കണം കേട്ടോ വെളിച്ചെണ്ണയിൽ. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നാളെ വീണ്ടും ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ അടുത്തത്. താങ്ക്സ് ഫോർ വാച്ചിങ്.